അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ 2 ലക്ഷം അതൊന്നും ആവശ്യമില്ല, ഒത്തിരി സിനിമ കിട്ടും. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സിനിമയിൽ ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്, മൂവീസ് അങ്ങനെയാണ്, എല്ലാവരും എത്തുന്നത് അങ്ങനെയാണ് എന്ന രീതിയിൽ അവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ്. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, അതും 4 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുമ്പോൾ, നിരവധി ആരോപണങ്ങളാണ് സിനിമാ മേഖലയിലെ പല സംവിധായകർക്കും നായകന്മാർക്കും പ്രമുഖ നടന്മാർക്കുമെതിരെ ആരോപണങ്ങളായി ഉന്നയിക്കപ്പെടുന്നത്. മുൻപ് ആത്മ പ്രസിഡന്റ് ആയിരുന്ന ഗണേഷ് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. ആ ആരോപണങ്ങളുടെ സത്യാവസ്ഥയൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു ആരോപണവുമായി ഒരു നടി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കുമെതിരെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിലായിരുന്നു അമ്മ സംഘടനയിൽ നിന്ന് ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സിദ്ദിഖായിരുന്നു മാധ്യമപ്രവർത്തകരെ കണ്ട് അമ്മ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. സിദ്ദിഖ് പറഞ്ഞതിന് പ്രകാരം സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഒരു പവർ ഗ്രൂപ്പ് ഇല്ല, അങ്ങനെ സ്ത്രീകൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല എന്ന തരത്തിലായിരുന്നു സിദ്ദിഖിന്റെ പ്രതികരണം. ജോമോളും അതിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു ആരോപണം സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ മുൻപ് നടിയായിരുന്ന ഒരു സ്ത്രീ ഉന്നയിച്ചിരിക്കുകയാണ്. അവരുടെ ഓഡിയോ കേൾക്കാം. ഏതൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവർ ഈ ഒരു കാര്യം പറയും, നമ്മൾ മൂവീസിൽ വലിയൊരു നിലയിൽ എത്തിക്കാമെന്നും കുറേ വർക്കുകൾ കിട്ടുന്നും, അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്, മൂവീസ് അങ്ങനെയാണ്, എല്ലാവരും എത്തുന്നത് അങ്ങനെയാണ് എന്ന രീതിയിൽ അവർ കുറേ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാനപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മൂവീസ് ഇല്ല. ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് 2018 ഒരു ഗസറ്റഡ് യക്ഷി മമ്മൂക്കയുടെ സിസ്റ്റർ മകൻ അഭിനയിച്ചൊരു മൂവിയിൽ പൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തു. പിന്നെ നാട്ടുരങ്ങ്, ഗുണ്ട, കണ്ണാടി ടാക്കീസ്, കാറ്റും മഴയും, പിന്നെ ഷട്ടറിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച്. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുള്ളത് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സിനിമയിൽ ഉണ്ടാവില്ല, അതാണ്. ഹരികുമാർ, അദ്ദേഹം കാറ്റും മഴയുടെ ഡയറക്ടറാണ്. അപ്പം ഞാൻ അഭിനയിച്ച ഒരു 2ാമത്തെ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് രാത്രിയായപ്പം പറഞ്ഞു, മഹാറാണിയുടെ അടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്, അവിടേക്ക് വരണം, ഇല്ലെങ്കിൽ ചാൻസ് കട്ട് ചെയ്യുമെന്നാണ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം തന്നെ പറഞ്ഞു, സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചില്ല, എനിക്ക് വരാൻ പറ്റൂല, എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാമെന്ന് പറഞ്ഞു. സുധീഷ് അദ്ദേഹത്തെ കാണുന്നു. ഞാൻ അന്ന് എന്താ പറയുക, അത്ര ഏജ് ഇല്ലാത്ത ഒരാളാണ്. അപ്പം നമ്മൾ കുട്ടിക്കാലം കാണുന്ന ഒരു ആദരവോട് കൂടിയൊക്കെ ഒരു സിനിമയിലുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല, റിയൽ അവരുള്ള ക്യാരക്ടർ. അപ്പം നമ്മൾ അവരെ അടുക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം എന്നോടും ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് ടൂറ് പോകണം, എങ്ങനെ കറങ്ങിയിട്ടൊക്കെ വരാം, അല്ല സൺഡേ പോവാം, പിന്നെ അവരെ ഭാര്യ വിളിക്കുക, എടുത്തുള്ളപ്പം പറയും ഭാര്യ വരുന്നുണ്ടെന്ന് പതിയെ പറയാം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അവരെ അറിയണം, അവർക്ക് ഒരു മകളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലും അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരാൾ ചോദിക്കുമ്പം അവർക്ക് എന്തായിരിക്കും ഉണ്ടാവുക മനസ്സിൽ. 2018 തന്നെയായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അമ്മ സംഘടനയിലെ ഇടവേള ബാബു അദ്ദേഹത്തിന്. അപ്പം അമ്മ സംഘടനയിൽ കയറണേ 2 ലക്ഷം രൂപ കൊടുക്കണം, പിന്നെ കുറച്ച് സിനിമയും ചെയ്യണം. ഒരു 10 സിനിമയാണെന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ 2 ലക്ഷം അതൊന്നും ആവശ്യമില്ല, ഒത്തിരി സിനിമ കിട്ടും. പിന്നെ എനിക്കത് തയ്യാറല്ലെന്നും പറഞ്ഞു. പിന്നെ അതിൻ്റെ മുന്നേ സാറ് എന്താ പറയുക, ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലേന്ന് ചോദിച്ചു. എനിക്കൊരു ചെറിയ വേഷം ചോദിച്ചപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് എത്ര ആഗ്രഹങ്ങളുണ്ട്, പരിധിയൊന്നും വേണ്ട. അപ്പം അത് പിന്നെ ഞാനിപ്പോഴാണ് ഇത്രയൊക്കെ ഒരു നോർമലായിട്ട് ന്യൂസിനോടൊക്കെ സംസാരിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് പറയുമ്പോൾ സങ്കടമായിരുന്നു. നമ്മൾ പുറമെ കാണുന്നത് അവരുടെ ഓൺലി ബിഹേവിങ് ആണ്, ക്യാരക്ടർ അറിയണമെങ്കിൽ നമ്മൾ അടുക്കണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴും ഇപ്പോൾ ചിലർ പറയും എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പേരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്നോട് തെറ്റായിട്ട് സംസാരിച്ചു, ഞാനത് മാന്യമായിട്ട് വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു പോയി. എനിക്ക് ആ വർക്ക് വേണ്ട. ഈ ലൊക്കേഷനിൽ കാലുകുത്തിയ എല്ലാ സ്ത്രീകളും, ആരും സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കറിയാം, അതാണ്. പുരുഷന്മാർക്കും അറിയാം, അറിയാത്തൊരു ചുരുക്കമായിരിക്കും.